വാട്ട് എ മാച്ച് ഇൻ കൊച്ചി. അതെ, ഒഡീഷയെ ഒന്നിനെതിരെ 2 ഗോളുകൾക്ക് കൊച്ചിയിൽ വെച്ച് തകർത്തിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ്. പക്ഷെ എനിക്ക് ആ ഒരു കെവിൻ യോക്കിന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു സങ്കടം. കാരണം നന്നായി കളിക്കുന്നു, നല്ല എഫേർട്ട് ഇടുന്നു, ഡ്രിബിൾ ചെയ്യുന്നു, എല്ലാം ഉണ്ട്. പക്ഷെ ഇതുവരെ ഒരു ഗോൾ നേടാനുള്ള ഒരു അവസരം കെവിൻ യോക്കിന് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് കിട്ടിയ ഒരു ചാൻസ് എന്തിനാണ് ആ അച്ഛൽ പോയിട്ട് ആ ഒരു ഓഫ് സൈഡ് ബോൾ അറ്റംപ്റ്റ് ചെയ്തതെന്ന് ഇപ്പോഴും അറിയില്ല. ആ ഒരു ഗോൾ കെവിൻ യോക്ക് അടിച്ചെങ്കിലും അത് ഓഫ് സൈഡ് ആയിട്ട് വിളിക്കുകയായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ടീം നന്നായിട്ട് തന്നെ കളിച്ചു, നല്ല ഇട്ട് കളിച്ചു. ആൻഡ് അതിന്റെ ആ ഒരു റിസൾട്ട് നമുക്ക് ആ ഒരു 90 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സ്കോർ ബോർഡിൽ കാണാനും സാധിച്ചു. എൻ്റെ ആ ഒരു ഇഞ്ചുറി ടൈമിന്റെ അവസാന നിമിഷങ്ങളിൽ മാത്യാസിന്റെ ആ ഒരു ഹെഡർ ഗോള് അതൊരു 1.5 ഗോള് തന്നെയായിരുന്നു. ഏതായാലും നല്ലൊരു കോച്ചും കുറച്ച് നല്ല പ്ലേയേഴ്സും ആ ഒരു ടീമിലേക്ക് എത്തിയപ്പോൾ ടീമിലുണ്ടായ മാറ്റം നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ ആഷ്ലി വെസ്റ്റ്വുഡ്സ് ആ ഒരു കോച്ച് കൊണ്ടുവന്ന ആ ഒരു മാറ്റം, ആ ഒരു ടാക്ടിക്സ് എല്ലാം ഇപ്പം അടിപൊളിയായിട്ട് വർക്കൗട്ട് ആവുന്നതിന്റെ ഒരു റിസൾട്ടാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് എന്തുകൊണ്ടാണ് മാനേജ്മെന്റ് ഇത് സീസണിന്റെ തുടക്കത്തിൽ ചെയ്തില്ല എന്നുള്ളതാണ് ഫാൻസിന് മാനേജ്മെന്റിനോട് ഈ ഒരു സമയത്ത് ചോദിക്കേണ്ടാവുന്ന ചോദ്യം. കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിലും നിലവിൽ 11 മത്സരങ്ങൾ കളിച്ച ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് ടേബിളിൽ 9ാം സ്ഥാനത്താണ്. ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അവരുടെ ആ ഒരു അൺബീറ്റൻ റൺ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്ത് ചേഞ്ചാണ് ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പം ഈ ഒരു മാറ്റം കൊണ്ടുവന്നത് എന്ന് തോന്നുന്നത്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം.